ബഡ്ജറ്റ് സൺഡേ വൺ ഡേ ലൈവ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിയൻ ബഡ്ജറ്റ് വരുന്നു ഫെബ്രുവരി 1 ഞായറാഴ്ച. പക്ഷേ ഇതൊരു സാധാരണ ബഡ്ജറ്റ് ദിവസമല്ല. ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് ഒരു ഞായറാഴ്ച ലൈവ് ട്രേഡിങ്ങിനായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇന്ത്യൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഭവമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഇതൊരു വലിയ കോലാഹലം തന്നെ സൃഷ്ടിക്കും എന്നുകൂടി പറയേണ്ടതുണ്ട്. മിക്ക ട്രേഡേഴ്സും ഓരോ ന്യൂസിനും പിന്നാലെ പോയി എന്ത് സംഭവിക്കുമെന്ന് ഗസ് ചെയ്ത് ചൂതാട്ടം നടത്തുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അവർ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ നമ്മൾ റെഡി ആയിരിക്കും, അവർ പാനിക് ആകുമ്പോൾ നമ്മൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. കാരണം ബഡ്ജറ്റ് സൺഡേ പോലുള്ള ഒരു ദിവസം പ്രിഡിക്റ്റ് ചെയ്യാനുള്ളതല്ല. തീർച്ചയായിട്ടും അതൊരു സ്ട്രാറ്റജി കയ്യിലുള്ളവരുടെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ ഞാൻ പേഴ്സണലായിട്ട് പ്ലാൻ ചെയ്ത ലളിതമായിട്ടുള്ള ഒരു 4 സെറ്റപ്പ് മെക്കാനിക്കൽ സ്ട്രാറ്റജി എന്റെ കയ്യിലുണ്ട്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ബഹളങ്ങളെയും ഇഗ്നോർ ചെയ്ത് ഒരു പ്രത്യേക ചാർട്ട് പാറ്റേൺ ഫോക്കസ് ചെയ്ത് ആദ്യത്തെ പാനിക് കഴിഞ്ഞു വരുന്ന യഥാർത്ഥ ഡിസൈസീവ് മൂവ് ക്യാപ്ചർ ചെയ്യാനാണ്. ഈ വീഡിയോയിൽ ബഡ്ജറ്റ് സൺഡേക്ക് വേണ്ടിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് നൽകുന്നതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഗസ് വർക്കിനെ കുറിച്ചുള്ള ഒരു സോളിഡ് പ്ലാനോടെ റെസ്പോണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച ഇത്ര വലിയ ഒരു കാര്യമാവുന്നത്? നിങ്ങൾ ആദ്യം കളിക്കാൻ പോകുമ്പോൾ ആ ഒരു ഗ്രൗണ്ട് എവിടെയാണെന്ന് മനസ്സിലാക്കണം. ആ ഗ്രൗണ്ട് എങ്ങനെയുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കണം. ലൈവ് ട്രേഡിങ്ങോട് കൂടിയ ഒരു ഞായറാഴ്ച ബഡ്ജറ്റ് എന്നത് വെറുമൊരു കൗതുകമല്ല, അത് മാർക്കറ്റിന്റെ ഡൈനാമിക്സിനെ പൂർണ്ണമായിട്ടും മാറ്റുന്നു. നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ലിക്വിഡിറ്റിയാണ്. ഒരു സാധാരണ വർക്കിംഗ് ഡേയിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫാസ്റ്റ് ട്രേഡിംഗ് അൽഗോരിതങ്ങളിൽ നിന്നുമുള്ള ഓർഡറുകളുടെ ഒരു കടലാണ് മാർക്കറ്റ്. തീർച്ചയായിട്ടും ഇത് രണ്ട് കാര്യങ്ങളിലേക്ക് നയിക്കും. ഒന്നാമത്തേത് ബൈയിങ് സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ സ്പ്രെഡ്സ് കൂടും. ഇത് ട്രേഡുകളിൽ എൻ്റർ ചെയ്യുന്നതിനും എക്സിറ്റ് ചെയ്യുന്നതും കൂടുതൽ കോസ്റ്റ്ലി ആക്കും. രണ്ടാമതായിട്ട് ചെറിയൊരു ട്രേഡിംഗ് വോളിയം പോലും പ്രൈസിൽ വലിയ വോളറ്റാലിറ്റി ഉണ്ടാക്കും. ഒറ്റ വലിയ ഓർഡറിന് മാർക്കറ്റിനെ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഒക്കെ എത്തിക്കാൻ കഴിയും. കണ്ണടച്ച് തുറക്കും മുമ്പ് നിങ്ങളെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായിട്ടൊരു വീക്കെൻഡിൽ വരാൻ സാധ്യതയുള്ള ന്യൂസിനെ കുറിച്ച് ചിന്തിക്കുക. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും ട്രേഡ് താരിഫ് ചർച്ചകളും കാരണം ഗ്ലോബൽ മാർക്കറ്റുകൾ ഇതിനകം തന്നെ വളരെ അനിശ്ചിതത്വത്തിലാണ് ഉള്ളത്. വീക്കെൻഡിൽ വരുന്ന ഏതൊരു നെഗറ്റീവ് ന്യൂസും ഞായറാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ തൽക്ഷണം പ്രതിഫലിക്കുകയും ചെയ്യും. ഇത് മിക്ക ട്രേഡിംഗ് സിസ്റ്റങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വലിയ ഗ്യാപ്പുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പ്രധാന ഇൻഡെക്സുകൾ ഓൾറെഡി അല്പം പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും മാർക്കറ്റിലെ സെന്റിമെന്റ് ഇപ്പോഴും ഹെവിലി ടെൻസ്ഡ് ആണ്. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈക്കോളജിക്കൽ പ്രഷറാണ്. ബഡ്ജറ്റ് പോലെയുള്ള വലിയ ഇവന്റും ഞായറാഴ്ച ട്രേഡിംഗ് സെഷന്റെ പുതുമയും ചേരുമ്പോൾ അത് ഇമോഷണൽ ട്രേഡിങ്ങിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നു. ആളുകൾ ഒരു മൂവിന്റെ ആദ്യ സൂചനയിൽ തന്നെ ചാടി വീഴുകയും തെറ്റായിട്ടുള്ള റിവേഴ്സലുകളിൽ ട്രാപ്പ് ആകുകയും ന്യൂസിന് പിന്നാലെ പോവുകയും അങ്ങനെ അവസാനം അവരുടെ പണം വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതരം മാർക്കറ്റ് സെന്റിമെന്റ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ ലക്ഷ്യം അവരിൽ ഒരാളാകാതിരിക്കുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കുക. അതിനുശേഷം ആ കോലാഹലത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രെഡിക്റ്റബിൾ പാറ്റേൺസിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബജറ്റ് ദിനത്തിലെ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിക്ക് ഫിനാൻസ് മിനിസ്റ്റർ എന്ത് പറയാൻ പോകുന്നു എന്നത് പ്രെഡിക്റ്റ് ചെയ്യുന്നതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അത് ലൂസിംഗ് ഗെയിമാണ്. പകരം കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ഒരു സെർട്ടനിറ്റിയെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ ബഹളങ്ങൾക്ക് ശേഷം മാർക്കറ്റ് എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു മൂവ് നടത്താൻ സാധ്യതയുണ്ട്. ആ നിമിഷത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. ആദ്യത്തെ ആ ഒരു കൊടുങ്കാറ്റിനെ സർവൈവ് ചെയ്ത് അതിനുശേഷമുള്ള ശാന്തതയിൽ ട്രേഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ മുഴുവൻ ലോജിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഞാനൊരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതൊരു ഊഹക്കച്ചവടമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയുള്ള ഒരു നീക്കമാണ് ഇവിടെ ഉള്ളത്. ചരിത്രപരമായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ ഫിയർ ഇൻഡെക്സ്, അതായത് ഇന്ത്യ വിക്സ്, ബജറ്റിന് മുമ്പുള്ള ദിവസങ്ങളിൽ അൺസർട്ടനിറ്റി കൂടുമ്പോൾ ഉയരാറുണ്ട്. എന്നാൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പാറ്റേൺ IV ക്രാഷ് ആണ്. അതായത് അനൗൺസ്മെന്റുകൾക്ക് ശേഷം ഇവന്റ് റിസ്ക് തീരുമ്പോൾ സംഭവിക്കുന്ന വോളറ്റാലിറ്റിയിലെ ഒരു വലിയ ഇടിവ്, അതായത് IV ക്രാഷ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയും. ഈ IV ക്രാഷ് കൃത്യമായിട്ട് പ്ലാൻ ഇല്ലാത്ത ഓപ്ഷൻ ബയേഴ്സിന് ഒരു ഡെത്ത് ട്രാപ്പ് തന്നെയാണ്. വലിയൊരു മൂവ് പ്രതീക്ഷിച്ച് അവർ കോളുകളോ അല്ലെങ്കിൽ പുട്ടുകളോ ഒക്കെ വാങ്ങിക്കൂട്ടും. പക്ഷേ അവർ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്താൽ പോലും ഓപ്ഷൻ പ്രൈസിൽ ഈ പെട്ടെന്നുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഒരു ഇടിവ് അവരുടെ പ്രോഫിറ്റ് മുഴുവൻ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു അപകടകരമായിട്ടുള്ള ഫേസിനെ അതിജീവിക്കാനാണ്, അതിൽ കുടുങ്ങിപ്പോകാനല്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കും. രാവിലെ 11-നും ഉച്ചയ്ക്ക് 12-നും ഇടയിൽ ഫിനാൻസ് മിനിസ്റ്ററുടെ സ്പീച്ച് മാക്സിമം കോലാഹലങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് കരുതി നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കും.
ഈ സമയത്താണ് അമച്ചർ ട്രേഡേഴ്സിന് അവരുടെ പണം നഷ്ടപ്പെടുന്നത്. നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ വെറുതെ വാച്ച് ചെയ്ത് മാറിയിരിക്കും. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന കൃത്യമായിട്ടുള്ള 4 സ്റ്റെപ്പ് മെക്കാനിക്കൽ പ്ലാൻ ഇനി പറയുന്നതാണ്. ഇമോഷൻസ് ഇല്ല, ഗട്ട് ഫീലിംഗ്സ് ഇല്ല, ഡിസിപ്ലിൻഡ് എക്സിക്യൂഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒന്നാമത്തെ ഘട്ടം പ്രീ മാർക്കറ്റ് തയ്യാറെടുപ്പും നോ ട്രേഡ് സോൺ ടൈമും. മാർക്കറ്റ് ഓപ്പണിംഗ് മുതൽ 11 വരെയുള്ള സമയം, രാവിലെ 9:15 മാർക്കറ്റ് തുറക്കുമ്പോൾ മുതൽ 11 മണി വരെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാതിരിക്കുക, ട്രേഡുകളില്ല, ഒബ്സർവേഷനുള്ള സമയമാണ്. ഒരു ബജറ്റ് സെഷന്റെ ആദ്യ 90 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്നത് റൂമറുകൾ വെച്ചുള്ള ഒരു ഗാംബ്ലിംഗ് മാത്രമാണ്. ഇവിടെ യഥാർത്ഥ ജോലി പ്രിപ്പറേഷൻ ആണ്. ഞാൻ എന്റെ ചാർട്ടുകൾ തുറന്നു വെച്ച് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ബേസ് ചെയ്ത് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കുമുള്ള പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ വാച്ച് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യും. ഹൈ പൊട്ടൻഷ്യൽ സെക്ടേഴ്സിന്റെയും സ്റ്റോക്കുകളുടെയും ഒരു ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഈ ബജറ്റിൽ ഡിഫൻസ്, റിന്യൂവബിൾ എനർജി, തിരഞ്ഞെടുത്ത ചില ബാങ്കിങ് സ്റ്റോക്കുകൾ എന്നിവയിൽ ഫോക്കസ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. രണ്ടാമതായിട്ട് ദ ക്രൂഷ്യൽ അവർ ആൻഡ് സിഗ്നൽ. ഈ സമയത്താണ് സ്പീച്ച് നടക്കുന്നത്. വോളറ്റാലിറ്റി അതിന്റെ പീക്കിലായിരിക്കും, സ്പ്രെഡുകൾ വലുതായിരിക്കും, കൂടാതെ ഒരുപാട് ഫോക്കസ്ഡ് മൂവ് അഥവാ വിപ്സോകൾ നിങ്ങൾ കാണും. നമ്മളിപ്പോഴും ട്രേഡ് ചെയ്യുന്നില്ല, നമ്മളുടെ സിഗ്നലിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ നിഫ്റ്റി 50യുടെ 15 മിനിറ്റ് ചാർട്ടിൽ ഫോക്കസ് ചെയ്യുന്നു. മാർക്കറ്റ് സ്പീച്ച് ഡൈജസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് 12:15 ശേഷം ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിൽ കിട്ടുന്നതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും 12:15 12:30 ഇടയിൽ രൂപം കൊള്ളുന്ന കാൻഡിൽ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ കാൻഡിലാണ് നമ്മളുടെ ട്രിഗർ. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസൈസീവ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ആണ്. 11-നും 12:15 ഇടയിലുള്ള വലിയ ഫ്ലക്ച്വേഷനുകൾക്ക് ശേഷം മാർക്കറ്റ് സാധാരണയായിട്ടുള്ള ഒരു ചെറിയ റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യും. ആ ഒരു 12:15-നും 12:30 ഇടയിലുള്ള കാൻഡിൽ അന്നത്തെ ആ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു റേഞ്ചിന് പുറത്ത് ഡിസൈസീവ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതായത് ബയേഴ്സിന്റെയോ സെല്ലേഴ്സിന്റെയോ ഉറച്ച ഒരു തീരുമാനം കാണിക്കുന്ന ഒരു വലിയ ബോഡിയുള്ള കാൻഡിൽ ആയിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു മരുമോസു അല്ലെങ്കിൽ ഒരു സ്ട്രോങ് എൻഗുൾഫിംഗ് കാൻഡിൽ, ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ കാൻഡിൽ നമ്മളോട് പറയുന്നത് ഇമോഷണൽ റിയാക്ഷനുകൾ അവസാനിക്കുകയാണ്, സ്മാർട്ട് മണി അവരുടെ മൂവ്സ് തുടങ്ങുകയാണ് എന്നും കൂടിയാണ്. ആ ഒരു ഫുട് പ്രിന്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം. എക്സിക്യൂഷൻ, ദ എൻട്രി ട്രിഗർ. എക്സിക്യൂഷൻ 100% മെക്കാനിക്കലാണ്. 12:30 കാൻഡിൽ ക്ലോസ് ചെയ്താലുടൻ നമ്മൾ ട്രിഗർ ആക്റ്റീവ് ആകും. ബുള്ളിഷ് സിനാരിയോ നോക്കുകയാണെങ്കിൽ 12:15-നും 12:30 ഇടയിലുള്ള കാൻഡിൽ രാവിലെ 11 മണി മുതൽ 12:15 വരെയുള്ള ആ ഒരു റേഞ്ച് ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ ആ ഒരു ട്രിഗർ കാൻഡിലിന്റെ ഹൈയിൽ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബേസിക്കലി വലിയ IV ഉള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഓപ്ഷൻ ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുകയും ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വളരെ ചെറിയൊരു മാർജിനിൽ നല്ല ഒരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് കയ്യിൽ വെക്കാൻ കഴിയും. അതേസമയം ബെയറിഷ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിലോ, അതായത് രാവിലെ 11 മുതൽ 12:15 വരെയുള്ള റേഞ്ചിന്റെ ലോയ്ക്ക് താഴെ ക്ലോസ് ചെയ്യുന്ന ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ഒരു ട്രിഗർ കാൻഡിലിന്റെ ലോയിൽ ഒരു ഷോർട്ട് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാനാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ദ മണി കോൾ ഓപ്ഷൻ സെല് ചെയ്തിട്ട് ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ മതിയാവും. നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടും. തീർച്ചയായിട്ടും ഒരു IV-യുടെ ഒരു ഡിക്ലൈൻ നമുക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് നൽകുകയും ചെയ്യും. ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്നൊന്നില്ല, ഒന്നുകിൽ സിഗ്നൽ ഉണ്ട് അല്ലെങ്കിൽ സിഗ്നൽ ഇല്ല എന്നുള്ളതാണ്. കാൻഡിൽ വീക്ക് അല്ലെങ്കിൽ ഒരു ഡോജി പോലെ ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു കാൻഡിൽ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, ആ പ്ലാനിൽ നിന്ന് നമ്മൾ തൽക്കാലം ഒഴിവായി നിൽക്കും എന്നുള്ളൊരു ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. കൃത്യമായിട്ടുള്ളൊരു സിഗ്നൽ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ നാലാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം, റിസ്ക് ആൻഡ് ടാർഗറ്റ് പ്രോട്ടോകോൾ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു പ്ലാൻ വെറും ഒരു ആഗ്രഹം മാത്രമാണ്. റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് നോക്കുക. എൻട്രി ഓർഡർ എക്സിക്യൂട്ട് ആയ ഉടൻ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഒരു ലോങ് ട്രേഡിന് സ്റ്റോപ്പ് ലോസ് നമ്മുടെ ട്രിഗർ ക്യാൻഡിലിന്റെ, അതായത് 12:15-നും 12:30 ഇടയിലുള്ള ക്യാൻഡിലിന്റെ ലോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു ഷോർട്ട് ട്രേഡിന് സ്റ്റോപ്പ് ലോസ് നമ്മുടെ ട്രിഗർ ക്യാൻഡിലിന്റെ ഹൈക്ക് തൊട്ട് മുകളിലായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ആ ട്രേഡിങ്ങിലെ നമ്മുടെ റിസ്ക്. അത് കൃത്യമായിട്ട് ഡിഫൈൻഡ് ആണ്, അതിൽ പുതിയ കൺഫ്യൂഷൻസ് ഒന്നും വരാനില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ്, പ്രധാന ലക്ഷ്യം 1:2 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടാവണം എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് 50 പോയിന്റ് ആണെങ്കിൽ ടാർഗറ്റ് 100 പോയിന്റ് ആയിരിക്കണം. ഹിറ്റ് ചെയ്യുമ്പോൾ പൊസിഷന്റെ 70% ബുക്ക് ചെയ്യുക, ബാക്കി 30% സ്റ്റോപ്പ് ലോസ് എൻട്രി പ്രൈസിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ലാഭം ഉറപ്പിക്കുകയും മൊമെന്റം തുടരുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഫ്രീ ട്രേഡ് നൽകുകയും ചെയ്യും. അപ്പൊ ഈ റൂൾസ് ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇമോഷൻസിനെ ഒഴിവാക്കുന്നു, അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല ട്രേഡ് എൻട്രി ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ബഡ്ജറ്റ് സൺഡേയിൽ എന്റെ ടോപ്പ് 3 ടാർഗറ്റ് സ്റ്റോക്കുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കി പോകാം.
നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഡയറക്ഷൻ മനസ്സിലാക്കാൻ നല്ലതാണ്. എന്നാൽ ബജറ്റ് ദിനത്തിലെ യഥാർത്ഥ ആ ഒരു എക്സ്പ്ലോസീവ് മൂവ്മെന്റ് പലപ്പോഴും സംഭവിക്കുന്നത് പ്രത്യേക സെക്ടറുകളിലൊക്കെയാണ്. ബഡ്ജറ്റിന് മുമ്പുള്ള ചർച്ചകളും ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്ന ഏരിയകളും അടിസ്ഥാനമാക്കി റഡാറിലുള്ള ചില സെക്ടറുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് ഡിഫൻസ് സെക്ടർ. ലോകത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഡിഫൻസ് സെക്ടറിലെ സ്പെൻഡിംഗ് കൂടുമെന്നുള്ള പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. മോഡേണൈസേഷനെ കുറിച്ചോ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ചോ ഉള്ള ഏതൊരു വലിയ അനൗൺസ്മെന്റും ഈ സ്റ്റോക്കുകൾക്ക് നല്ല ഊർജ്ജം പകരും. നിഫ്റ്റി സിഗ്നൽ ബുള്ളിഷ് ആണെങ്കിൽ ആദ്യം നോക്കുന്നത് ഡിഫൻസീവ് സ്റ്റോക്കുകളിൽ തന്നെയായിരിക്കും. അതൊരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമതായിട്ട് റിന്യൂവബിൾ ആൻഡ് ഗ്രീൻ എനർജി. ക്ലീൻ എനർജിക്കായിട്ടുള്ള ഗവൺമെന്റിന്റെ ലോങ് ടേം പുഷ് വളരെ വ്യക്തമാണ്. സോളാർ, ബാറ്ററീസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയ്ക്ക് പുതിയ ഇൻസെന്റീവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു സെക്ടർ ഓൾറെഡി ശക്തമായിട്ടുള്ള ഒരു അപ്ട്രെൻഡിലാണ്. ബജറ്റിൽ നിന്നുള്ള നല്ല വാർത്തകൾ അതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ്, പ്രത്യേകിച്ച് PSU ബാങ്ക്സ്. ബാങ്കുകളാണ് എക്കണോമിയുടെ എഞ്ചിൻ. PSU ബാങ്കുകളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിന് വലിയൊരു പുഷ് ബജറ്റ് നൽകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്നതും കൂടുതൽ ലോൺ ഡിമാൻഡിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കുന്നതും ഈ ബാങ്കുകളൊക്കെ തന്നെയായിരിക്കും. നിഫ്റ്റിയിലെ ഒരു സ്ട്രോങ് ബുള്ളിഷ് സിഗ്നൽ ഇവയൊരു പ്രധാന ടാർഗറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് സെലക്ഷൻ നമുക്ക് നല്ല ഒരു എൻട്രി പോയിന്റ് നൽകുകയും ചെയ്യും. നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ തന്നെ ട്രേഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. തീർച്ചയായിട്ടും നല്ല സ്റ്റോക്കുകളിൽ കൃത്യമായിട്ട് എൻട്രി ചെയ്ത് പോകാൻ ഞാനിവിടെ കൊടുത്ത എക്സാമ്പിൾ അല്ലെങ്കിൽ എന്റെ പ്ലാനിൽ പറഞ്ഞത് ഓപ്ഷൻ ട്രേഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ സ്റ്റോക്കിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ബേസിക്കലി ട്രേഡേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സൺഡേയിൽ വളരെ നല്ല ഒരു അവസരമാണ്. നല്ല രീതിയിൽ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് കൃത്യമായിട്ട് നോക്കി ഇരുന്ന് കണ്ട് മനസ്സിലാക്കി ട്രേഡ് ചെയ്ത് നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജിയെ കൃത്യമായിട്ട് വളർത്തിയെടുക്കാനും നമ്മളുടെ ആ ഒരു ട്രേഡിംഗ് ലൈഫ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു നല്ല അവസരമായിട്ട് ഇതിനെ കാണുക. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ബഡ്ജറ്റ് സൺഡേക്കുള്ള ഗെയിം പ്ലാൻ ആണ് ഇന്ന് പറഞ്ഞു വന്നത്. രാവിലെ 11 വരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. വാച്ച് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. പീച്ചിന് ശേഷം 15 മിനിറ്റ് ചാർട്ടിൽ പ്രത്യേകിച്ച് 12:15 ക്യാൻഡിൽ നോക്കി സിഗ്നലിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു ക്ലിയർ ബ്രേക്ക്ഔട്ട് ലഭിച്ചാൽ 12:30 ശേഷം ഒരു റോബോട്ടിനെ പോലെ എക്സിക്യൂട്ട് ചെയ്യുക. എന്ത് തന്നെയായാലും നിങ്ങളുടെ റിസ്ക് റൂൾസിൽ ഉറച്ചു നിൽക്കുക. ഇത് എന്റെ പേഴ്സണൽ ബ്ലൂ പ്രിന്റ് ആണ്. ഓർക്കുക, ബജറ്റ് സൺഡേയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ കൊടുക്കുക എന്നുള്ളതല്ല, ഒരു ഡിസിപ്ലിൻഡ് റിയാക്ടർ ആവുക എന്നുള്ളതാണ്. മാർക്കറ്റ് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളോട് കൃത്യമായിട്ട് പറയും. നിങ്ങളുടെ ഒരേ ഒരു ജോലി അത് കേൾക്കുകയും നിങ്ങളുടെ പ്ലാൻ ഒരു മടിയും കൂടാതെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെല്ലാം ന്യൂസ് വെച്ച് ഗാമ്പിൾ ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ പ്ലാനിൽ ട്രേഡ് ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു ഹൈ റിസ്ക് ഉള്ള ദിവസമാണ്. എൻ്റെ ഈ ഒരു ട്രേഡിംഗ് പ്ലാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് നിങ്ങൾക്കും ഫോളോ ചെയ്യാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നു വെക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കുക. ഇതൊരു ട്രേഡിംഗ് അഡ്വൈസ് അല്ല. നിങ്ങളുടെ കൂടുതൽ റിസർച്ച് ഈ ഒരു ട്രേഡിംഗ് ഡേയിൽ വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. ഈ സ്ട്രാറ്റജി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. ബജറ്റ് സൺഡേയുടെ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ എന്റെ ചിന്തകൾ ലൈവായിട്ട് ഞാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് ഇടുക. ഇതുപോലെയുള്ള വലിയ ഇവന്റുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ റൂൾ സേഫ് ആയിരിക്കുക, സ്മാർട്ടായി ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.